ആനയുടെ ആരോഗ്യം സംബന്ധിയായ കാര്യങ്ങൾ വലിയ ആശങ്കകൾ ഉണ്ടായിരുന്നു. അത് ശരിവെക്കുന്ന രീതിയിലേക്കടക്കം പിന്നീടുള്ള നിമിഷങ്ങൾ മാറുകയായിരുന്നു. തന്റെ കൂട്ടുകാരനെ എന്ന് വിശേഷിപ്പിക്കാം ഉയർത്തി നിർത്താനുള്ള മുഴുവൻ ശ്രമങ്ങളും നടത്തിക്കൊണ്ടാണ് ഏഴാറ്റുമുഖം ഗണപതി പിൻവാങ്ങിയിരുന്നത്. ഏഴാറ്റുമുഖം ഗണപതി പിൻവാങ്ങുന്നത് മുഴുവൻ ശ്രമങ്ങളും നടത്തി അതിനെ താങ്ങി നിർത്താൻ കഴിയില്ല എന്ന ഒരു ഉത്തമ ബോധ്യത്തിലേക്കടക്കം കാര്യങ്ങൾ വന്നപ്പോഴാണ് ഏഴാറ്റുമുഖം ഗണപതി എങ്കിലും പിരിഞ്ഞു പോകാൻ കൂട്ടാക്കിയിരുന്നില്ല. അതിനെ വെടിവെച്ചുകൊണ്ട് പേടിപ്പിച്ചുകൊണ്ടാണ് അതിനെ കാട്ടിലേക്ക് തിരികെ അയക്കുകയും ചെയ്യുന്നത്. എന്തായാലും ഇപ്പോൾ അതിന്റെ ഒരു രക്ഷാപ്രവർത്തനത്തിന്റെ ഒരു പൂർണ്ണതോതിലേക്ക് വന്നിരിക്കുന്നു. 3 കുങ്കിയാനകളും ഇവിടെ നിലയുറപ്പിച്ചിരിക്കുന്നു. ഏത് ആജ്ഞയും ഏറ്റുവാങ്ങുക എന്ന രീതിയിലേക്ക് വന്നിരിക്കുന്നു. ഇപ്പോൾ അവിടെ ആനയ്ക്ക് താഴെ വീണ ആനയ്ക്ക് പ്രാഥമികമായ ചികിത്സ അടക്കം ഉറപ്പു നൽകുകയാണ്. അതിനെ എത്ര കണ്ട് ഉയർത്തി നിർത്താൻ സാധിക്കും, അതിനെ എന്താണ് അടിയന്തരമായി ചെയ്യേണ്ടത് എന്നതടക്കമുള്ള കാര്യങ്ങളാണ് ഉള്ളത്. അത്തരം കാര്യങ്ങളിൽ അതിന്റെ ഒരു വ്യക്തത ഡോക്ടർ അരുൺ സക്രേയും സംഘത്തിനുമുണ്ട്. അതിനുശേഷം ആണ് മറ്റു കാര്യങ്ങളിലേക്ക് നീങ്ങുക. ഇതിൽ ഡോക്ടർമാരുടെ സംഘം അതിനെ പരിശോധിക്കുന്ന ആദ്യഘട്ടത്തിൽ അതിനെ പരിശോധിക്കുകയാണ് ഉണ്ടായത്. അതിനുശേഷം ഇപ്പോൾ പ്രാഥമികമായ ചികിത്സ നൽകിയിരിക്കുന്നു എന്നതാണ്. ചികിത്സ നൽകുന്നു, വെള്ളം നൽകുന്നു, മരുന്ന് നൽകുന്നു. ഇതിനുശേഷം അതിന് ഉയർത്തി നിർത്താനുള്ള ശ്രമങ്ങളിലേക്ക് കടന്നിരിക്കുന്നു എന്നതാണ് വന്നിരിക്കുന്നത്. ഇപ്പോൾ അല്പസമയത്തിനകം തന്നെ ഡോക്ടർമാർ ചികിത്സ പൂർത്തിയാക്കി അതിനെ ഉയർത്തി നിർത്താനുള്ള ശ്രമങ്ങൾ അത്തരം കാര്യങ്ങൾ നടത്തും. അതിനുശേഷം കുങ്കിയാനകളുടെ സഹായത്തോടുകൂടി അതിനെ ഉയർത്തി നിർത്തുകയും ചെയ്യും. അതിനുശേഷം ലോറിയിലേക്ക് മാറ്റി മലയാറ്റൂരിലെ അഭയാരണ്യ കേന്ദ്രത്തിലേക്ക് കൊണ്ടുപോകും. അതിനുവേണ്ടിയുള്ള പൂർണ്ണമായ ഒരുക്കങ്ങൾ ഇതെല്ലാം തന്നെ പൂർത്തിയായിരിക്കുന്നു എന്നതാണ്. ഇപ്പോഴും ചികിത്സ തുടരുന്നു. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും 3 കുങ്കിയാനകൾ അതിന് സമീപം നിലയുറപ്പിച്ചിരിക്കുന്നു. അത് എന്താണ് നിർദ്ദേശം അത് പൂർണ്ണമായും തന്നെയും അനുസരിക്കുക എന്നതടക്കമുള്ള കാര്യങ്ങൾ ഇപ്പോൾ ദൃശ്യങ്ങളിൽ ഒന്നുകൂടി ശ്രീജ JCB അടക്കം ഇവിടേക്ക് എത്തിക്കുന്നു എന്നതാണ്. കാരണം എങ്ങനെയാണ് അതിനെ പൂർണ്ണമായും ഉയർത്തി നിർത്താൻ സാധിക്കുക, അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിൽ മണ്ണ് അവിടേക്ക് മാറ്റേണ്ടതുണ്ടോ, അതിനെ എഴുന്നേറ്റ് നിൽക്കാൻ പര്യാപ്തമായ രീതിയിൽ ഏതെങ്കിലും രീതിയിലുള്ള സാഹചര്യം അവിടെ സൃഷ്ടിക്കേണ്ടതുണ്ടോ എന്നാണ്. ഇപ്പോൾ JCB ചുറ്റുപാടുമുള്ള ചെറിയ മരങ്ങളുണ്ട്, അത് തകർത്ത് അതിന് വഴിയൊരുക്കുകയാണ് അവിടേക്ക് പോകുവാനായിട്ട്. അതായത് മനസ്സിലാക്കുന്നതനുസരിച്ച് ഇവിടേക്ക് ലോറി കയറ്റണമെങ്കിൽ അവിടെ അതിന് ആവശ്യമായ സാഹചര്യം ആ പ്രദേശത്ത് ഒരുക്കേണ്ടതുണ്ട്. അതിന്റെ ടെറൈൻ ആ രീതിയിലേക്ക് മാറ്റിയെടുക്കേണ്ടതുണ്ട്. അപ്പോൾ അതിനുവേണ്ടി വഴിയൊരുക്കിയിരിക്കുന്നു എന്നതാണ്. വഴിയൊരുക്കുക എല്ലാം വളരെ പെട്ടെന്ന്, കാരണം ഇതെല്ലാം കഴിഞ്ഞ ദിവസങ്ങളിൽ മോക്ക് ഡ്രിൽ അടക്കമുള്ള കാര്യങ്ങൾ നടത്തിയിരുന്നു. കാരണം ഏത് അടിയന്തര സാഹചര്യവും നേരിടാൻ കഴിയുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ ഏകോപിപ്പിക്കണമെന്ന നിർദ്ദേശമുണ്ടായിരുന്നു. അപ്പോൾ അതിനുവേണ്ടിയുള്ള പൂർണ്ണമായ ക്രമീകരണങ്ങളെല്ലാം തന്നെ ഒരുക്കിയിരുന്നു. ഒരു വിളിപ്പാടകലെ എല്ലാവിധ സംവിധാനങ്ങളും ഒരുക്കിയിരുന്നു എന്നതാണ് അതിൽ പറയുന്നത്. അത് സാധ്യമായിരിക്കുന്നു. ഈ ഒരു അലർട്ട് കോളിൽ തന്നെ എല്ലാം ഏകോപിപ്പിച്ചിരിക്കുന്നു എന്നതാണ്. പൂർണ്ണമായും DFOയുടെയും ഡോക്ടർ അരുൺ സക്രിയയുടെയും നേതൃത്വത്തിലുള്ള സംഘം അത് പൂർണ്ണമായും തന്നെ അതിന്റെ ഏകോപനം നിർവഹിച്ചിരിക്കുന്നു. ആർക്കും ഒന്നും പറയാനില്ലാത്ത വിധം കാര്യങ്ങൾ ഏകോപിപ്പിച്ചിരിക്കുന്നു. അപ്രതീക്ഷിതമായിരുന്നു ഏഴാറ്റുമുഖം ഗണപതിയുടെ ഒരു എൻട്രി എന്ന് നമുക്ക് പറയാം. ആ സാഹചര്യവും അവർ മറികടന്നു. അതിനുശേഷം പിന്നീട് ഈ മസ്തകത്തിൽ പരിക്കേറ്റ വെടിയേറ്റ കൊമ്പൻ നിലത്ത് വീഴുന്നതാണ് നമ്മൾ കണ്ടത്. അതും അവർ പ്രതീക്ഷിച്ചിരുന്നു. അങ്ങനെ വരികയാണെങ്കിൽ ഏത് രീതിയിൽ അതിനെ മറികടക്കും എന്നതായിരുന്നു അടുത്ത ചിന്തയുണ്ടായിരുന്നത്. അപ്പോൾ അതിനുവേണ്ടിയുള്ള സംവിധാനങ്ങൾ ഒരുക്കിയിരുന്നു. ഏറ്റവും അനുയോജ്യം എന്ന് പറയുന്നത് ഈ ടെറൈനിലേക്ക് ആന എത്തി എന്നതാണ്. കാരണം അത് മറ്റിടങ്ങളിലായിരുന്നെങ്കിൽ വലിയ രീതിയിലുള്ള ഒരു ഗുരുതരമായ രീതിയിലുള്ള കാര്യങ്ങളിലേക്ക് പോകുമായിരുന്നു. കാരണം ഇത്ര കണ്ട് ഇതിനെ ഏകോപിപ്പിക്കാൻ കഴിയുമോ എന്നതടക്കമുള്ള സംശയങ്ങൾ അടക്കമുണ്ടായിരുന്നു. അത് ഇല്ലാത്ത വിധം തന്നെ കാര്യങ്ങൾ ഏകോപിപ്പിക്കാനായിട്ട് സാധിച്ചിരുന്നു എന്നതാണ്. ഇപ്പോൾ അത് കഴിഞ്ഞിരിക്കുന്നു. കാരണം ആന അതിന് അനുയോജ്യമായ ഒരു ഇടത്തേക്ക് വന്നിരിക്കുന്നു എന്നതാണ്. അത് രാവിലെ മുതൽ തന്നെ അവരൊരു കണക്കുകൂട്ടലും കാര്യങ്ങളും എല്ലാം തന്നെ ഉണ്ടായിരുന്നു. അത് കൃത്യമായ രീതിയിൽ തന്നെ അത് കണക്കുകൂട്ടിയിരിക്കുന്നു.
ഒരു ടെറനിലേക്കെല്ലാം ഇത് വന്നിരിക്കുന്നു. അവരുടെ കണക്കുകൂട്ടലുകൾ പോലെ തന്നെ ഈ ഇടങ്ങളിലേക്ക് എത്തിയിരിക്കുന്നു എന്നതാണ്. ആ ഒരു സ്ഥലത്തേക്ക് വന്നത് ഇതിലെ ഏറ്റവും അനുയോജ്യമായ ഒരു ഇടത്തേക്ക് കൊണ്ടുവരാൻ സാധിച്ചിരിക്കുന്നു. ഇപ്പോൾ വനത്തിന്റെ അകത്ത് കയറി ഷൂട്ട് ചെയ്യാൻ ചെയ്ത ക്യാമറ പലരെയും തന്നെ അവിടെ നിന്ന് വനപാലകർ നിയന്ത്രിച്ച് പുറത്തു നിർത്തുന്നുണ്ട്. ഏതായാലും കൃത്യമായ ഒരു ദൃശ്യങ്ങൾ നമ്മൾ നൽകുന്നു. അതിൽ ഇപ്പോൾ JCB ഉപയോഗിച്ചുകൊണ്ട് അവിടേക്ക് വഴിവെട്ടുകയാണ് എന്ന് നിസ്സംശയം പറയാം. വഴിവെട്ടുകയാണ്. ഇവിടേക്ക് ആനയെ ലോറി കൊണ്ടുവരാൻ ഉള്ള ഒരു ശ്രമമാണ് നടത്തിയിരിക്കുന്നത്. അപ്പോൾ ലോറി അവിടെ എത്തിക്കുവാനുള്ള ഒരു ശ്രമത്തിലേക്ക് ആണ് അവിടേക്ക് വഴി വെട്ടുന്നത്, വഴി കൊണ്ടുവരുന്നത്. അതിനുശേഷം അവിടെ മറ്റേ കുങ്കിയാനകളുടെ സഹായത്തോടുകൂടി അതിനെ ലോറിയിലേക്ക് കയറ്റുക എന്നതാണ് ഉദ്ദേശിക്കുന്നത്. ഇതെല്ലാം ഏകോപിപ്പിച്ചുകൊണ്ട് വളരെ പെട്ടെന്നുള്ളൊരു ഏകോപനം ഇക്കാര്യങ്ങളിലെല്ലാം തന്നെ നടക്കുന്നുണ്ട്. ഇവിടെ കർശനമായൊരു ഗതാഗത നിയന്ത്രണം അടക്കമുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഏർപ്പെടുത്തിയിരിക്കുന്നു. ഇതിനുള്ള ഒരു വിഷയം എന്ന് പറയുന്നത് ഇവിടെ നിന്ന് ആനയെ കൊണ്ടുപോവുക എന്ന ഒരു കാര്യമാണ്. അത് അവസാന രീതിയിലേക്കാണ് ഉള്ളത്. അത് മലയാറ്റൂരിലേക്ക് കൊണ്ടുപോവുക, അടുത്ത ഈ ചെക്ക് പോസ്റ്റിന്റെ അപ്പുറത്തെ വഴി അവിടേക്ക് കൊണ്ടുപോവുക എന്നതാണ്. എന്തായാലും ഇക്കാര്യത്തിലെല്ലാം കൃത്യമായ ഒരു ആസൂത്രണത്തോടുകൂടി ഇത് പരാതികളില്ലാതെ അല്ലെങ്കിൽ ആശങ്കകളില്ലാതെ ഇത് നിർവഹിച്ചു എന്നതാണ്. ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് അപ്രതീക്ഷിതമായ സാഹചര്യങ്ങൾ, 2 സാഹചര്യങ്ങൾ തീർത്തും അപ്രതീക്ഷിതമായി ഉണ്ടായിരുന്നു എന്നതാണ്. ആ സാഹചര്യങ്ങളെ മറികടക്കാനായിട്ട് സാധിച്ചിരിക്കുന്നു. അതിൽ അപ്രതീക്ഷിത സാഹചര്യം ഏറ്റവും പ്രധാനം ഏഴാറ്റുമുഖം ഗണപതി എന്ന നാട്ടുകാർ വിളിക്കുന്ന ആന ഇതിനൊപ്പം കൂടിയതായിരുന്നു ഏറ്റവും സങ്കീർണമായത്. അത് ഏത് രീതിയിൽ പ്രതികരിക്കും എന്ന് ഒരു ഉറപ്പുമില്ലായിരുന്നു. അത് നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ തന്നെ കാണുകയും ചെയ്തു. ഏഴാറ്റുമുഖം ഗണപതി ഈ ആനയ്ക്കൊപ്പം നിലയുറപ്പിച്ചു എന്നതാണ്. അത് ആ ദൃശ്യങ്ങളിൽ നമ്മൾ കണ്ടതാണ്. അത്രമേൽ അനുതാപമായി, അത്രമേൽ ആർദ്രമായി അതിനൊപ്പം തന്നെ നിലയുറപ്പിച്ചു എന്നതാണ്. അങ്ങനെ ആ ആനയെ സമാശ്വസിപ്പിച്ചുകൊണ്ട് ഉണർത്താൻ ശ്രമിച്ചുകൊണ്ട് തുമ്പിക്കൈ കണ്ട് ഒരു വേള അത് താഴേക്ക് വീഴും എന്നൊരു ഉത്തമ ബോധ്യത്തിൽ തന്നെ ഏഴാറ്റുമുഖം ഗണപതി അതിനെ തുമ്പിക്കൈ കൊണ്ട് ചുറ്റിപ്പിടിച്ച് തന്നോട് ചേർത്ത് നിർത്താൻ ആവുന്നത്ര ശ്രമിക്കുകയും തന്നെ ചെയ്തു. അതിനെ ആവുന്നത്ര ശ്രമിക്കുകയും ചെയ്തിരുന്നു. അങ്ങനെ ചേർത്ത് നിർത്തലുകൾക്കൊടുവിൽ അത് താഴേക്ക് വീഴുന്നു. അപ്പോഴും പിൻവാങ്ങാൻ അതിന്റെ കൂട്ടിനുള്ള ആന തയ്യാറായിരുന്നില്ല എന്നതാണ്. അപ്പോഴും അവൻ അവിടെ തന്നെ നിലയുറപ്പിച്ചു. പിന്നീട് കാര്യങ്ങൾ കൈവിടും എന്ന രീതിയിലേക്ക് തോന്നലുകളിലേക്ക് വന്നപ്പോഴാണ് വനപാലകർ ഒന്നടങ്കം ഇവിടേക്ക് നിലയുറപ്പിച്ച പല ഭാഗങ്ങളിൽ നിന്ന് റബ്ബർ ബുള്ളറ്റ് ഉപയോഗിച്ച് ആകാശത്തേക്ക് വെടിയുതിർത്ത ശബ്ദമുണ്ടാക്കുന്നു. ആ ശബ്ദത്തിൽ ആന ഏഴാറ്റുമുഖം ഗണപതിയെ കാട് കയറ്റുന്നു. ആ രീതിയിലേക്ക് കാര്യങ്ങൾ വരികയും ചെയ്തിരുന്നു. അങ്ങനെയാണ് പിന്നീട് ദൗത്യത്തിന്റെ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുന്നത്. വനപാലകരും ഡോക്ടർമാരും അടങ്ങുന്ന സംഘം വളരെ പെട്ടെന്ന് ആനയ്ക്ക് അടുത്തേക്ക് എത്തുന്നു. ആവശ്യമായ ചികിത്സ നൽകും. ഇപ്പോൾ ഗ്ലൂക്കോസും വെള്ളവുമാണ് ആനയ്ക്ക് നൽകുന്നത്. അതിന്റെ തളർച്ച മാറ്റുക, അതിനെ പെട്ടെന്ന് അതിനെ എഴുന്നേറ്റ് നിൽക്കാൻ പ്രാപ്തനാകുന്ന രീതിയിലേക്ക് ആനയെ കൊണ്ടുവരിക, ഏതാണ് ഉദ്ദേശിക്കുന്നത്. അതിനുശേഷം ആനയെ മറ്റ് കുങ്കിയാനകൾ ഉപയോഗിച്ചുകൊണ്ട് അതിനെ ഉയർത്തി നിർത്തിയതിനു ശേഷം അവിടെ ലോറിയിലേക്ക് മാറ്റി കൊണ്ടുപോകണം. ഇതേ സമയത്ത് തന്നെ ഈ ലോറി അവിടേക്ക് കയറ്റുന്നതിന് വേണ്ടിയുള്ള എല്ലാ പ്രവർത്തനങ്ങളും നടത്തുകയാണ്. JCB ആ സമയം തന്നെ വന്നിരുന്നു. അവിടെയുള്ള ഈ മരക്കുറ്റികൾ എല്ലാം തന്നെ ഇടിച്ചു നിരത്തിക്കൊണ്ട് ഇവിടേക്ക് വളരെ പെട്ടെന്ന് മിന്നൽ വേഗത്തിൽ എന്ന് പറയാവുന്ന രീതിയിലുള്ള ഈ ദുർഘടമായ ഒരു ടെറൈനിലേക്ക് റോഡ് ലോറി കയറ്റുന്നതിന് വേണ്ടിയുള്ള സംവിധാനം അടക്കം ഒരുക്കുകയാണ്. ഇനിയിപ്പോൾ ആനയെ ഉയർത്തി നിർത്തുന്നതും അതോടൊപ്പം തന്നെ ലോറിയിലേക്ക് കയറ്റുന്നതും എല്ലാം തന്നെ വളരെ പെട്ടെന്ന് തന്നെയായിരിക്കും. എനിക്ക് തോന്നുന്നു ഈ ആനയെ ഉയർത്തി നിർത്താൻ സാധിച്ചാൽ ഏതാണ്ട് നിമിഷങ്ങൾ കൊണ്ട് ഈ ഒരു ദൗത്യം തന്നെ പൂർണ്ണമാകുന്നതാണ്. പരിപൂർണ വിജയം എന്ന് പറയണമെങ്കിൽ അത് ആരോഗ്യസ്ഥിതി വീണ്ടെടുക്കണം. പക്ഷേ സങ്കീർണതകളില്ലാതെ, വിഷയങ്ങളില്ലാതെ ഇത് ഇവിടെ അവസാനിപ്പിക്കാൻ കഴിഞ്ഞു എന്നത് ഡോക്ടർ അരുൺ സക്രിയക്കും DFO ആർ ലക്ഷ്മിക്കും എടുത്ത് പറയേണ്ടതാണ്. കാരണം അവരത് കൃത്യമായി ഗൃഹപാഠം ചെയ്തുകൊണ്ട് തന്നെ ഈ പദ്ധതി നടപ്പാക്കി എന്നത് തന്നെയാണ്.
കഴിഞ്ഞ ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മോക്ക് ഡ്രിൽ അടക്കമുള്ള കാര്യങ്ങൾ ഇവിടെ നടന്നിരിക്കുകയും 120 അംഗ ഒരു സേനയെ തന്നെ സജ്ജീകരിക്കുമ്പോൾ കൃത്യമായി അവരെ വിഭജിച്ചുകൊണ്ട് ഓരോരുത്തർക്കും എന്താണ് അതിന്റെ ഒരു ഉത്തരവാദിത്വം എന്നതെല്ലാം തന്നെ അവർക്ക് പറഞ്ഞുകൊണ്ട് അവരെ ബ്ലോക്കുകളായി തിരിച്ചുകൊണ്ട് അങ്ങനെ ഒരു ഗ്രൂപ്പിനെ തന്നെ അവർ സൃഷ്ടിച്ചു. ഓരോരുത്തരും അവരവരുടെ ജോലികൾ മാത്രം ചെയ്തുകൊണ്ട് അതിൽ പൂർണ്ണമാകുക, അതിൽ പൂർണ്ണ സജ്ജമായി നിന്നുകൊണ്ട് പണിയെടുക്കുക, കൃത്യമായി ആ ഗ്രൂപ്പുകളെ ഏകോപിപ്പിക്കുക. അതിന്റെ തലവൻ ഡോക്ടർ അരുൺ സക്രിയയും അതോടൊപ്പം തന്നെ DFO ആർ ലക്ഷ്മിയുമായിരുന്നു. അവർക്ക് കൃത്യമായ ആ ജോലികൾ വിഭജിച്ചു നൽകുകയും അത് നടപ്പാക്കാൻ അവർ ഉറപ്പിക്കുകയും ചെയ്യുന്നു. അതിന്റെ പരിപൂർണ വിജയമാണ് തുടക്കത്തിൽ ഇപ്പോൾ ഇന്ന് നമ്മൾ കാണുകയും ചെയ്തത്. എന്തായാലും ആ ഒരു സാഹചര്യം ഇപ്പോൾ അത് പൂർണ്ണമായും വിജയത്തിലെത്തിയിരിക്കുന്നു എന്നതാണ്. ഇപ്പോൾ ഈ അല്പസമയത്തിനകം ആന അതിന്റെ ഒരു എഴുന്നേറ്റ് നിൽക്കുവാനുള്ള ഒരു ആരോഗ്യസ്ഥിതിയിലേക്ക് ആന എത്തുമെന്നാണ് മനസ്സിലാക്കുന്നത്. അതിനുശേഷം ഇവിടെ നിന്ന് കൊണ്ടുപോകാനുള്ള ക്രമീകരണങ്ങൾ അടക്കം നിലവിൽ പൂർത്തിയായിട്ടുണ്ട്. ആനയെ ലോറിയിലേക്ക് മാറ്റുകയും ഒട്ടും വൈകാതെ മലയാറ്റൂരിലെ അഭയാരണ്യ കേന്ദ്രത്തിലേക്ക്, കോടനാട്ട് അഭയാരണ്യ കേന്ദ്രത്തിലേക്ക് എത്തിക്കുകയുമാകും ചെയ്യുക. അവിടെയും ഇവിടെ ആനയെ പുറത്തിറക്കുമ്പോൾ ആ കൂടടക്കം സജ്ജമാക്കിയിട്ടുണ്ട്. അവിടെയും ഡോക്ടർമാരുടെ സംഘമുണ്ട്. സാധ്യമായ ചികിത്സകൾ വളരെ പെട്ടെന്ന് നൽകുക എന്നത് തന്നെയാണ് അവർ ഉദ്ദേശിക്കുകയും ചെയ്യുന്നത്. വളരെ പെട്ടെന്ന് ചികിത്സയിലേക്കടക്കം നൽകുക, അതിന് ആരോഗ്യം വീണ്ടെടുക്കുക, അതിനെ പൂർണ്ണ ആരോഗ്യവാനാക്കുക എന്നതാണ് അവർ ഏറ്റവും പരമപ്രധാനമായിട്ട് കരുതുകയും ചെയ്യുന്നത്. എന്തായാലും അതിനുവേണ്ട മുഴുവൻ കാര്യങ്ങളും എല്ലാം തന്നെ ഒരുക്കിയിരിക്കുന്നു. ഇനിയിപ്പോൾ ആനയെ ഉയർത്തുക എന്നതാണ് ലക്ഷ്യം. വൈകാതെ അതിലേക്കെത്തും. ആന ആരോഗ്യം വീണ്ടെടുത്തു കഴിഞ്ഞാൽ അതിനിപ്പോൾ ഗ്ലൂക്കോസും വെള്ളവുമാണ് നൽകുന്നത്.